നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് കുർത്തീസ് കാണിക്കട്ടെ. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന കുർത്തി കേട്ടോ, ആലിയ മോഡലാണ്. ബാക്കി ഇങ്ങനെ ഫ്രോക്ക് മോഡലാണ്. ഭയങ്കര കാഷ്വൽ വെയറാണ്. എന്നാലൊരു ഈ ഫ്ലോറൽ പ്രിൻ്റൊക്കെ വരുമ്പോൾ ഒരു രസമില്ലേ? ഞാൻ സ്വന്തമായിട്ട് അറിയില്ല, ഒരു രസമില്ലേ? ശരിക്കും പറ, ഒരു രസമില്ലേ? ഉണ്ടെന്ന് എനിക്കറിയാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു സെമി ഫങ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാം. ഇതിന് ഉണ്ടല്ലോ ഷോളുണ്ട്. ഷോൾ എന്ന് പറയാനായിട്ട് ഒരു എന്താ സ്റ്റോള് മാതിരിയാണ്, ചുമ്മാ കഴുത്തെ ചുറ്റിയിടാൻ. അല്ലാതെ ഇങ്ങനെ ഇട്ടാൽ അതിൻ്റെ ഭംഗി പോകും. ഇങ്ങനെ നമ്മൾ ഷോളായിട്ട്, ആ ഷോൾ എന്നുള്ള പർപ്പസിൽ ഇടുന്നതല്ല, ചുമ്മാ ഒരു കാഷ്വലായിട്ട് കഴുത്തെ കൂടി ചുറ്റി ബാക്കിലേക്ക് ഇടുന്ന ഒരു മോഡലാണ്. ഇതാണ് അതിൻ്റെ ഒരു കളറ്. M2XXL ഇതാണ് ഞാൻ ഇതെല്ലാം സ്വന്തമായിട്ട് എടുത്തു. അതുകൊണ്ടാണ് ഞാൻ ഇത് കണ്ടോ, ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഒരു ചെറിയ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഫ്ലോറലിൻ്റെ ഇത് വരുന്നത്. ഇത് ഷോള് ഇതായി കാണുന്നതാണ് ഷോള്. ഇതാണ് ഷോള്. പിന്നെ അതിൻ്റെ കളേഴ്സ് കാണിക്കാതെ, ഇതും ഞാൻ എടുത്തതാണ് കേട്ടോ. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ ലൈറ്റ് ഷെയ്ഡിൽ ഫ്ലോറിൽ വരുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഇത് മെറ്റീരിയൽ എന്നാന്ന് ചോദിച്ചാൽ മൽമലിൻ്റെ സ്റ്റഫാണ്. നല്ല സുഖമാണ് ഇടാൻ. നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കുമാണ്. മൽമൽ കോട്ടൻ്റെ സ്റ്റഫാണ്. ഇതല്ല, ബാക്ക് ഇങ്ങനെ വരും. റേറ്റ് ആണെങ്കിൽ 1290 രൂപയുള്ളൂ. ടോപ്പും ബോട്ടവും എല്ലാം കൂടെ കൂട്ടി ഇത്രയും ആലിയ എല്ലാം ചെയ്ത ഇതായിട്ട്. നിങ്ങൾക്കിപ്പം ഓഫീസ് വെയർ ആയിട്ട് ഇടാം, വല്ല ട്രിപ്പോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. എന്തിനു വേണമെങ്കിലും ഇടാം. ഇതും സെയിം തന്നെ, പല പല പ്രിൻറ്റും ഡിസൈനും വരുന്നതേ ഉള്ളൂ. ഇതും സൈസ് വന്നിട്ട് M2XXL. ഇതുണ്ടോ, ഇത് വേറെ എണ്ണം. ഈ ഫ്ലോറൽ വരുന്നതിന് ഇപ്പം ഭയങ്കര ഡിമാൻഡാണ്. ഫ്ലോറൽ പ്രിൻ്റ് വരുന്നതിന് ഭയങ്കര ഡിമാൻഡാണ്. ഇതിപ്പം എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ട് ചെറിയൊരു മിറർ വർക്ക്, സീക്വൻസ് വർക്ക് ചെയ്തിരിക്കുക. ഇവിടെ മൊത്തം ഇത്രയും ഭാഗത്ത് ആലിയയുടെ എംബ്രോയ്ഡറി, കയ്യിലും എംബ്രോയ്ഡറി ഉണ്ട്, ഈ താഴ്ഭാഗത്തും എംബ്രോയ്ഡറി ഉണ്ട്. ഇതിലൊരു സെൽഫ് പ്രിൻറ്റും കൂടെ ഉണ്ട്. ബാക്ക് വശം ഇങ്ങനെ വരും. നിറച്ചും നല്ല ഫ്ലെയർ ഇട്ട് ചെയ്തിരിക്കുന്ന ആലിയയാണ്. അതുകൊണ്ട് ഞാൻ പറയും, ആലിയ ഇടുമ്പോൾ പലരുടെയും വിചാരം ഇത് ചെറിയ പ്രായത്തിലുള്ളവരായിടുന്നത്, അല്ലെങ്കിൽ പിള്ളേരായിടുന്നത്, അല്ലെങ്കിൽ ഇതിട്ടാൽ വണ്ണം കൂടുതൽ തോന്നിക്കും, വയർ കൂടുതൽ തോന്നിക്കും. അത് വെറുതെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണെന്നേ ഞാൻ പറയുള്ളൂ. ഇത് കണ്ടോ, ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ചുരുങ്ങി കിടക്കുന്നതുകൊണ്ട് വയറുണ്ടെങ്കിലും നമുക്കത് അറിയത്തില്ല. അതുപോലെ പിള്ളേർക്കെന്ന് പറഞ്ഞാൽ, അതായത് ഇച്ചിരി പ്രായമായി കഴിഞ്ഞാൽ ഇതൊന്നും ഇടത്തില്ല, ഇത് മോഡൽ അങ്ങനത്തെ അല്ല, അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഏത് ഏജിലുള്ളവർക്കും ഇടാൻ കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇത്. അതിൻ്റെ ഇത് ഞാൻ ഇത്തെ നോട്ട വിട്ടു, പക്ഷേ എനിക്കിതിന് പറ്റുന്ന സൈസില്ല. ഇത് വലിയ സൈസേ ഉള്ളൂ. 46, 48, 50 അങ്ങനെ വലിയ സൈസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വന്നിട്ടുള്ളൂ. ഇതും നല്ലൊരു കളറാണ്. റാണി പിങ്കോ ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള, രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇതാണ് ഷോള് ഞാൻ പറഞ്ഞില്ലേ, ഷോളിന് ഭയങ്കര ഓവർ ലെങ്ത് ആയിട്ടില്ല, ചുമ്മാ ക്യാഷ്വലായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഷോളാണ്. ഇത് വരും ബോട്ടം. ബോട്ടമല്ല, ബാക്ക് ബോട്ടമില്ല കേട്ടോ. ടോപ്പും ഷോളും മാത്രം വരുന്ന മോഡലുകളാണ്. ഇനി അതിൻ്റെ വേറെ കാണിക്കാം. എന്താ വൈറ്റല്, അത് തന്നെ ആഷ് കളർ. എല്ലാം നല്ല ഭംഗിയാണ്, നല്ല രസമാണ്, നല്ല സിമ്പിൾ വെയറാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊക്കെ എല്ലാവരും എപ്പോഴും സോഷ്യൽ മീഡിയ കാണുന്നതല്ലേ, സെലിബ്രിറ്റീസ് എല്ലാം ഇട്ടേക്കുന്ന ഒരു ടൈപ്പ് സാധനമാണത്. ഈ ഫ്ലോറിൽ വരുന്നത് നല്ല ഭംഗിയാണ്. ഇത് നമ്മുടെ ചിക്കൻ കാരി ആണെങ്കിലും അതും ഈ മോഡൽ തന്നെ. എന്നിട്ട് അതിൻ്റെ ചിക്കൻ കാരി വർക്ക് വന്നിരിക്കുക കണ്ടോ. ബോഡി ഫുള്ളുണ്ട്. നിങ്ങൾക്ക് നല്ല ഒന്നാം തരം പാർട്ടി വെയർ ആയിട്ട് ഇടാം. ഇത് എനിക്ക് എന്നെ ഇഷ്ടമാണ്, സത്യമായിട്ട് ഞാൻ പറയാം. കാരണം എന്നാന്ന് വെച്ചാൽ ഇടാൻ നല്ല കംഫർട്ടാണ്. നമുക്ക് ഓടിയോ ചാടിയോ എങ്ങനെ വേണമെങ്കിലും നടക്കുകയും ചെയ്ത് ശരീരത്തിന് നല്ല സുഖം. ഒട്ടും ചൂടോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. പിന്നെ ചിക്കൻ കാരിക്ക് ഭയങ്കര ഡിമാൻഡാണല്ലോ. ഏത് എവർഗ്രീൻ എന്ന് പറയുന്നത് കയ്യിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ബാക്ക് ഇങ്ങനെ തന്നെ. എന്നെ ശരിക്കും പറഞ്ഞാൽ അതിശയോക്തി പറയാമെന്ന് വിചാരിക്കാം. ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഓരോ പീസ് എടുക്കുന്നുണ്ട്. കാരണം എപ്പോഴും നമുക്ക് ഒത്തു കിട്ടത്തില്ലല്ലോ. ഭയങ്കര ഇഷ്ടമാണ്. തീരെ സിമ്പിളായി പോകത്തുമില്ല. അതിൻ്റെ വേറൊരു കളർ, നല്ലൊരു മഞ്ഞ കളർ, ലൈറ്റ് യെല്ലോയാണ്. ഇതിൻ്റെ സൈസ് വലിയ സൈസ് മാത്രമേ ഉള്ളൂ. അതായത് 48, 50, 52, 46, 48, 50, 52 അങ്ങനെയാണെന്ന് തോന്നുന്നു. സൈസ് മെൻഷൻ ചെയ്തേക്കാം. ഇത് കണ്ടോ,
ഇത് ബോഡി ഫുൾ ഇതുണ്ട്. ഇത് ഫുള്ള് ചെയ്തിരിക്കുക. ചിക്കൻകാരിയുടെ എംബ്രോയ്ഡറി വർക്ക് ഇത് മുഴുവൻ ചെയ്തിരിക്കുക. ഇവിടെ യോക്ക് പാർട്ടി മാത്രമല്ല, ബോഡിയിലുണ്ട്, കയ്യിലുണ്ട്, ബാക്കിലും ഇല്ല. ഇത് മീഡിയം ടു ഡബിൾ എക്സൽ ഉണ്ട്. കണ്ടോ? ഇതിന് ഷോള് ഇല്ലെന്ന് തോന്നുന്നു. ഈ ടോപ്പ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ മറ്റേതിന് ഈ മോഡൽ വന്നതിനെല്ലാം ഷോളുണ്ട്. ഷോളുള്ളതല്ല, എനിക്ക് ഷോൾ ഇടാത്തതായിരിക്കും അല്ലേ. ഇനിയൊരു 2 പീസ് അല്ല 3 പീസ് സെറ്റ്, ചുമ്മാ ഒരു 3 പീസ് സെറ്റ്, സിമ്പിൾ വെയർ അല്ലെങ്കിൽ പാർട്ടി വെയർ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇത് ബോട്ടം പ്ലെയിൻ വരും. ബാക്കിലത്തെ നെക്ക് ഉണ്ടോ, ബാക്കിലത്തെ ഇങ്ങനെ ബട്ടൺ ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ബൂട്ടൊക്കെ ആയിട്ട് ഒരു സെമി സിൽക്കിൻ്റെ സ്റ്റഫ് വരുന്ന ദുപ്പട്ട. അടുത്ത ഇത് കണ്ടോ, മൾട്ടി കളർ ഡബിൾ ഷെയ്ഡ് പോലെ വരും. സ്ലിറ്റഡ് ആണ്. ഇത് സ്ലിറ്റഡാണ്, ലൈനിങ് ഇല്ല. കാരണം നല്ല കോട്ടൺ, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ബോട്ടം ഇത്, ഷോൾ വന്നിട്ട് ഇങ്ങനെ ഷോളായിട്ട് ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുക. ഇതും ഒരു ഫ്രോക്ക് മോഡൽ, കാഷ്വൽ മോഡലായിട്ടും ഫങ്ഷൻ മോഡലായിട്ടും ഇടാം. ഇവിടെ ലേസ് വർക്ക് ചെയ്തിട്ട് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക്, കൈ ഇങ്ങനെ ചെറിയൊരു ചുങ്കിടി പ്രിൻ്റ് വരുന്ന നല്ല മൽക്കോട്ടൻ്റെ മെറ്റീരിയലാണ്. ഇത് ചെയ്യാൻ ഒരു 4 മീറ്ററെങ്കിലും തുണി വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും നല്ല ഇത് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഷോളയിലാണെങ്കിലും ഈ ഒരു ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ലേസ് വർക്ക് ചെയ്ത ഷോള്. ഇതെല്ലാം കഴിഞ്ഞ ദിവസം വന്ന് അത്യാവശ്യം റേറ്റ് കുറഞ്ഞ ടൈപ്പല്ല, ഒരു സെമി പ്രീമിയം വയലറ്റ് വൈറ്റ് ബോട്ടം. ഇത് പിന്നെ അതിൻ്റെ ഷോളായിട്ട് വരുന്ന ഇങ്ങനെ മൾട്ടി കളർ വരുന്ന ഷോൾ. അടുത്തത് ഒരു ചെറിയൊരു ഗ്ലോ ഉള്ള ഒരു ടൈപ്പ്, ഒരു ലിനൻ്റെ ഒക്കെ ഒരു സിൽക്കി ആയിട്ടുള്ള ഒരു സ്റ്റഫ് വരുന്ന സ്ലിറ്റഡ് ആണ്. ലൈനിങ് ഇല്ല. ബോട്ടം വരുമ്പോൾ ഈ ഒരു സൈസ് എന്താ പറയുന്നത്, ഒനിയൻ്റെ ഒക്കെ ഒരു ഷെയ്ഡാണ്. ഷോൾ വരുമ്പോൾ ഇങ്ങനെ വരും. ഷോളൊക്കെ നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള ഷോളും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഈ നെക്കൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. ഈ കോട്ട് സെറ്റ് കാണിക്കും കുറച്ചെണ്ണം. ആ കോട്ട് സെറ്റ് എല്ലാം ഇവിടെ ഇല്ലേ? കോട്ട് സെറ്റ് അടിപൊളി എടുത്തത്. ഫുൾ സെറ്റ് ഉള്ളത് തന്നാൽ മതി. ഇത് ഒരെണ്ണം ഫ്ലോറൽ പ്രിൻ്റ്. ഇപ്പോൾ ഫ്ലോറൽ പ്രിൻറ്റിന് ഭയങ്കര ഡിമാൻഡാണ്. അതായത് ലൈറ്റ് കൂടെ ഡാർക്ക്. ഒരു കാലത്ത് അത് ഡിമാൻഡായിരുന്നു. ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്. ലൈറ്റ് കളറിൽ ഡാർക്ക് ഫ്ലോറൽ വരുമ്പം ഭയങ്കര രസമാണ്. അത് ഇങ്ങനെ അതിൻ്റെ ബോട്ടോ അത് തന്നെ സെയിം കോട്ട് സെറ്റാണ്. ഒരു നല്ല കോട്ടൻ്റെ സ്റ്റഫാണ്. അതായത് വലിയ ഇല്ലാത്ത ബാക്കിയുടെ എല്ലാം 3 പീസ് ഫുൾ സെറ്റ് ഇല്ലേ? ഫുൾ സെറ്റ് ഉള്ളതാ. പീച്ചും വൈറ്റും ബോട്ടും സെയിം തന്നെ. ഇത് തന്നെ കോട്ട് സെറ്റ് വരുമ്പോൾ അങ്ങനെയാണല്ലോ, ബോട്ടം സെയിം ആണല്ലോ വരുന്നത്. സ്ലീവ്ലെസ് ആയിട്ട് വന്നേക്കുന്നൊക്കെ ഉണ്ട്. ഇനി ഒരു 3 പീസ് സെറ്റാണ്. സെമി പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ ഇടാം. ഇതിന് കൈക്ക് ഒരു ഏകദേശം ഫുൾ സ്ലീവോളം ലെങ്ത് ഉണ്ട്. ഷോൾ വന്നിട്ട് ഷോളയിൽ ബനാറസി ഷോൾ പോലെ വരും. ഷോളയിൽ പാർട്ടി വെയർ ആയതുകൊണ്ട് ഇത് ഉണ്ട്. ഷോളിങ്ങനെ ബനാറസിയുടെ ഷോളായിട്ട് വരും. താഴെ ഇങ്ങനെ നിറയെ പ്രിൻ്റുണ്ട്. പ്രിൻ്റല്ല, വീഡിങ് ഉണ്ട്. ഇത് ടോപ്പ്.
ഈ അങ്കർക്ക സ്റ്റൈലിൽ വന്നിരിക്കുന്ന പാറ്റേൺ ചെയ്തിരിക്കുന്ന ടോപ്പ്. ഇതൊരു സഫേർ ഗ്രീൻ ലെമൺ യെല്ലോ, അതും സെയിം ആണ്. ഇതിൻ്റെ തന്നെ 3 കളർ വെറൈറ്റീസാണ്. ഫങ്ഷൻ വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന ചുരിദാർ സെറ്റ്, ഫുൾ സെറ്റ് ആയിട്ട്. ടോപ്പും ബോട്ടവും ദുപ്പട്ടയുണ്ട്. 1490. ബോട്ടം കൂടെ ഒന്ന് കാണിച്ചേക്കാം. കണ്ടോ, നമ്മുടെ ഇപ്പോൾ വരുന്ന കൂട്ട് ഇച്ചിരി ലൂസായിട്ടുള്ള ബോട്ടം. പിന്നെ അതിൻ്റെ ഇച്ചിരി ഡാർക്ക് കളർ വേണമെങ്കിൽ വയലറ്റ്. ചില ശരിക്കും ഷോളിൻ്റെ വർക്ക് അറിയാവുന്ന വയലറ്റും കൂടെ കാണിക്കാം. ഇങ്ങനത്തെ 3 ഇത് ഇത് ഓൾറെഡി കാണിച്ച ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ട ഒരു ഐറ്റമാണ്. ഹാൻഡ്ലൂം കോട്ടണിൽ വരുന്ന ടോപ്പും ബോട്ടവും ഉണ്ട്. അതിൻ്റെ വേറൊരു കളറ്. ഇത് എംബ്രോയ്ഡറി വർക്കാണ്. സ്ക്വയർ നെക്കും എംബ്രോയ്ഡറി വർക്കും വന്നിട്ട് ടോപ്പും ബോട്ടവും കൂടെ. ഇത് ഞാൻ കാണിച്ചതാണ് എനിക്ക് തോന്നുന്നത്. ഒത്തിരി ആവശ്യക്കാർ ഉള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ അത്രേ ഉള്ളൂ. ചുരിദാർ സെറ്റും കൂടെ ഒന്ന് കാണിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ ബൈ ബൈ. ഇത് കണ്ടോ, നല്ലൊരു പാർട്ടി വെയർ കളക്ഷനാണ്. ഇത് ജാക്കറ്റായിട്ട് വരും. സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാകുമായിരിക്കും. ഷോപ്പിൽ നല്ല ഫങ്ഷനിങ് ടൈമാണ്. സ്ലീവ്ലെസ് ആയിട്ട് ഇടണമെങ്കിൽ ഇടാം. ഇത് മൺഡേ ജാക്കറ്റായിട്ട് വരുമ്പം ഒരു പാർട്ടി വെയറായി. നല്ല ഇതുണ്ട്, ഹക്കോബയാണ്. ഫ്രണ്ട് പാർട്ട് ഹക്കോബയാണ്. ഇങ്ങനെ വന്നിട്ട് നല്ലൊരു പാർട്ടി വെയർ. ഇതിന് റേറ്റ് വന്നിട്ട് 1690. ഇങ്ങനെ കണ്ടോ, നല്ല അടിവശത്ത് ഇങ്ങനെ അജ്രക്കിൻ്റെ ഇതും കൂടെ കൊടുത്തു. ഇത് വേറൊരു ജാക്കറ്റ് വരുന്ന പാർട്ടി വെയർ. ഇതും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്കി മെറ്റീരിയലാണ്. പിന്നെ ജാക്കറ്റായിട്ട് ഇടാം. നല്ല നിറച്ചും ഇത് ചെയ്തിരിക്കാം. ബീഡ്സ് വർക്കും മിറർ വർക്കും സ്റ്റോൺ വർക്കും എല്ലാം ചെയ്തിട്ടുണ്ട്. അടുത്ത ഇത് ഒരു 3 പീസ് സെറ്റ്. 3 പീസ് അല്ല, 2 പീസ് സെറ്റ്. ഇങ്ങനെ ജാക്കറ്റ് മോഡൽ വരും. അമ്പർലായിട്ട് ഷോളും ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ടോപ്പ് മാത്രമായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം, അല്ലാതെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഇടാം. അടുത്ത ഇത് കണ്ടോ, ഒരു അനാർക്കലി മോഡൽ. പിന്നെ പോട്ട്ലി ബട്ടൺ വന്നിരിക്കുന്നത്. ഇതിൻ്റെ 2-3 കളറുകളുണ്ട്. ഇത് എല്ലാത്തിനും കോമൺ ഷോളാണ്. ഇങ്ങനെ വൈറ്റ് വന്നിട്ട് ഇങ്ങനെ ഷോൾ വരും. അനാർക്കലി മോഡലാണ്. നല്ല ലെങ്ത് ഉണ്ട്. ഗൗൺ മാതിരി ടോപ്പ് മാത്രമായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. അല്ലാതെ അതിൻ്റെ കളേഴ്സാണ് ഇത്. അല്ലാതെ ഇന്നർ ഇതിപ്പോൾ ബോട്ടം ഇട്ടിട്ടില്ല, ബോട്ടം അല്ല ക്യാപ്രി വല്ല ഇട്ടാൽ മതി. എൻ്റെ കയ്യിൽ ഷോളാണ്. ഷോളും കൂടെ കൂടി വരുമ്പോഴാണ് അതിനൊരു ഭംഗി കിട്ടുന്നത്. ഉണ്ടാകും. എല്ലാത്തിനും ഷോൾ ഈ ഒരു ഓഫ് വൈറ്റ് ഷോൾ വരും. എന്നിട്ട് ഈ ഇത്തൽ ഏതാണോ കളറ് ആ കളറാണ് ഇവിടെ വരുന്നത്. ഇതിപ്പോൾ പർപ്പിളായിരുന്നേ, ഇതിപ്പോൾ നല്ല പീക്കോക്ക് ബ്ലൂ ഉണ്ട്. അപ്പോൾ ഷോളിന് ഈ ഒരു കളർ വരും. ഇതൊരു 3 പീസ് സെറ്റ്. ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന 3 പീസ് സെറ്റ്. ടോപ്പ് ഇത്, ബോട്ടം ഇത്, ദുപ്പട്ട ഇങ്ങനെ വരും. റയോൺ ആണ് മെറ്റീരിയൽ. ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റഡ് ആണ്. ഒരു 2 പീസ് സെറ്റ്. ഇതിൻ്റെ സൈസസ് സ്ക്രീനിലുണ്ട് കേട്ടോ. ഇത് തന്നെ കോട്ട് സെറ്റ് പോലെ ടോപ്പും ബോട്ടും സെയിം. ഹൈനെക്ക് വീനക്ക് വന്നിട്ട് ഈ നെക്കയിൽ ഈ ഒരു സ്റ്റോൺ വർക്ക് ചെയ്തിരിക്കുക. നമ്മുടെ ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് ഇടാം. ഒന്ന് സിമ്പിൾ വെയർ ആയിട്ടുള്ള ഇച്ചിരി ഒരു ഫങ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന നിറച്ച് എംബ്രോയ്ഡറി വർക്ക് ചെയ്ത, മേളിലും താഴെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഒലീവ് ഗ്രീൻ അല്ലെങ്കിൽ ഒലീവ് ഗ്രീൻ പിസ്ത ഗ്രീൻ മിക്സ് എന്ന് പറയാം.
ഒലീവ് ഗ്രീൻ തന്നെ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചെറുപയർ വെച്ച കയ്യിലും ഇങ്ങനെ വന്നിട്ടുണ്ട്, താഴെ എൻഡിലും ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. ഒരു ഫ്രോക്ക് മോഡൽ. ഇതിൻ്റെ 2 ഷെയ്ഡുണ്ട്, 3-4 ഷെയ്ഡ് ഉണ്ടായിരുന്നു. ഇപ്പം 2 ഷെയ്ഡ് അവൈലബിൾ ആയിട്ട്. ബ്ലാക്ക് ഉണ്ടായിരുന്നു, വൈറ്റ് ഉണ്ടായിരുന്നു. ഇത് ബോട്ടിൽ ഗ്രീൻ. നല്ല എംബ്രോയ്ഡറി വർക്ക് കയ്യെ ചെയ്തിരിക്കുന്നു. ഡെയിലി വെയർ, സിമ്പിൾ വെയർ, ഇക്കത്ത് പ്രിന്റ്. ഇക്കത്ത് പ്രിന്റ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ലൈനിങ്ങും വെച്ചിട്ട് ഡെയിലി ഇടാൻ പറ്റുന്ന ഹൈനെക്കും ഇങ്ങനത്തെ ഒരു നെക്കും ഒക്കെ വരുന്ന ഇക്കത്ത് അല്ലെങ്കിൽ പോച്ചമ്പള്ളി കോട്ടൺ. ഇതൊക്കെ ഡെയിലി വെയർ ആണ്. കാന്താ കോട്ടൺ ഇങ്ങനെ വീനക്ക് ഹൈനക്ക് വീനക്ക് വരുന്ന കാന്താ കോട്ടൻ്റെ. ഇത് ഹക്കോബ വിത്ത് ഫ്ലോറൽ പ്രിന്റ്. ഇതെല്ലാം സ്ലിറ്റഡ് ആണ്, ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന. ഇതിനുണ്ടല്ലോ ഒരു നല്ല മഞ്ഞ ബോട്ടമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു മഞ്ഞ ഷോളും കൂടി ഒക്കെ ഇടുവാണെങ്കിൽ, ഇപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് അത്രയും ഭയങ്കര എടുപ്പ് തോന്നില്ല. പക്ഷെ ശരിക്കും നല്ലൊരു തെളിഞ്ഞ മഞ്ഞ ഷോളും കൂടി ഒക്കെ ഇടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. കഴുത്തെ കൂടി ചുറ്റി ചുമ്മാ ഇടുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡല്ലേ, തെളിഞ്ഞൊരു കളർ. നല്ല ഇങ്ങനത്തെ കളറുകളൊക്കെ ഇടുമ്പോൾ നമുക്കും കളർ തോന്നിക്കും. നല്ലൊരു എന്നാ പറയുക, ഒരു പ്രസരിപ്പ് ഫീൽ തോന്നിക്കും. ഇത് മുമ്പേ കണ്ട എന്നാ പറയുന്നത് ഹക്കോബയുടെ വേറെ ഹക്കോബാന്നോ ഫുൾക്കാരി എന്നൊക്കെ പറയാം. ഫുൾക്കാരിയായത് കൂടുതൽ. ഹക്കോബായി കഴിഞ്ഞു. കോട്ടൺ ആട്ടോ, എല്ലാം പ്യുവർ കോട്ടണാ. ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഷോപ്പിൽ റണ്ണിങ് ടൈം ആയതുകൊണ്ടേ എനിക്ക് സമയം അതിൻ്റെ ഇടയ്ക്ക് വേറെ കിട്ടാത്തതുകൊണ്ടാണ് ഈ സമയത്ത് കയറി വീഡിയോ എടുക്കുന്നത്. ബ്ലാക്ക് ഹക്കോബ ഡെയിലി വെയർ, സ്ലിറ്റഡ് ആണ്, ലൈനിങ് ഉണ്ട്, ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ. ലെങ്ത് വരുമ്പോൾ ഒരു 46 മണ്ടയിലുണ്ട് ലെങ്ത്. ഇതും ഹക്കോബയുടെ വേറെ ഹക്കോബയല്ല, പോച്ചമ്പള്ളി അല്ലെങ്കിൽ ഇക്കത്ത്. എൻ്റെ നെക്ക് കണ്ടോ, ഇങ്ങനൊരു പാറ്റേണിൽ ചെയ്തിരിക്കുന്ന നെക്ക്. അപ്പം ഇന്നിത്രയേ ഉള്ളൂ. കാരണം ഇദ്ദേഹം കൂടി ഇഷ്ടംപോലെ പുതിയ കളക്ഷൻസ് വന്നത് കാണിക്കാൻ ഉള്ള പുതിയ കളക്ഷൻസും ഓൾഡ് കളക്ഷൻസും എല്ലാം ഉണ്ട്. പുതിയ കളക്ഷൻസ് കൂടുതലും വന്നിരിക്കുന്ന പാർട്ടി വെയറിലാണ്. പാർട്ടി വെയറിൽ ഞാൻ കുറേ കാണിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ കാണാം നമുക്ക്. ഇതിനകത്ത് ഞാൻ കൂടുതലും പ്രീമിയം കളക്ഷൻസാണ് കാണിച്ചിരിക്കുന്നത്. ഡെയിലി കളക്ഷൻസ് വളരെ കുറച്ചാണ് കാണിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ 2 നമ്പറിൽ ഏതെങ്കിലും ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി. സൈസസ് ഏതൊക്കെ അവൈലബിൾ ആണെന്ന് സ്ക്രീനിൽ കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങളും അതും കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.